രാമായണ മാസം കഴിയാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. കർക്കിടക മാസം തീരാറായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രാമായണ മാസത്തിൽ ദർശിക്കേണ്ട എല്ലാ അമ്പലങ്ങളും, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 അമ്പലങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഒരാളുടെ അമ്പലം ഒഴിച്ച്. ആദ്യമെന്നറിയോ, നമുക്ക് ഈ 4 അമ്പലങ്ങളും തൊഴുത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ അമ്പലം കൂടി തൊഴണം എന്നാണ് പറയുക. അപ്പം ചിലപ്പോൾ 4 അമ്പലങ്ങളും തൊഴുത് നേരം വൈകുമ്പോൾ അതിനൊന്നും പറ്റാറില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു മനോഹരമായൊരു അമ്പലം, തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയുള്ള മനോഹരമായൊരു അമ്പലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാനില്ല. ഒന്ന് പോയി വന്നാലോ? ഇത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട നടവരമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, കോലോത്തുംപടി എന്നും പറയും, ഉള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. മനോഹരമായൊരു അമ്പലമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടത്. ദീപാരാധന സമയമാണ്, അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പുറത്ത് നട തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് പുതിയ അമ്പലം പോലെയാണല്ലോ തോന്നുന്നതെന്ന് പറയും. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ വർഷം ഇതിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ട് പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശവും ഒക്കെ കഴിഞ്ഞതേയുള്ളൂ 2025. 18ാം നൂറ്റാണ്ടിൽ ഉടുപ്പി ശ്രീ സോദേവാദിരാജ മഠാധിപതിയായിരുന്ന ശ്രീ വൃന്ദാവനാചാര്യർ പ്രതിഷ്ഠ നിർവഹിച്ച ശ്രീ ഹനുമാൻ്റെ അതേ മനോഹരമായ ബിംബം തന്നെയാണ് ഇപ്പോഴും ചൈതന്യത്തോടെ പുനഃപ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. റോഡ് സൈഡിലാണെങ്കിൽ കൂടി ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ചെന്ന് ഒരു കുറച്ച് നേരം ഈവനിങ്ങിൽ പോയി ഇരുന്ന് നോക്കുക, അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ വടമാല, അതായത് ഉഴുന്നുവട കൊണ്ടുള്ള മാല, വെറ്റില കൊണ്ടുള്ള മാല എന്നിവയാണ് കേട്ടോ. മിക്കവാറും ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കുന്നതിനുമായിട്ട് ശ്രീ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന മാലയാണ് വടമാല. തൃപ്രയാറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ വട കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് വലിയ ആ ബിംബത്തുമ്പോൾ ചാർത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റില കൊണ്ടുള്ള മാല. പുതിയ വെറ്റില കൊണ്ടാണ് മാല ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ പ്രത്യേക പൂജകളും പുഷ്പാഞ്ജലി, ശ്രീ ഹനുമാന് സമർപ്പിച്ച പുഷ്പാർച്ചന, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ പ്രധാനം ദീപാരാധനയിൽ പങ്കെടുക്കുക. വൈകിട്ട് 6:30 നടക്കുന്ന ദീപാരാധനയിൽ പങ്കെടുക്കുന്നത് വളരെ ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക അനുഭവമായിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 9:30 വരെയും പിന്നെ വൈകിട്ട് 5:30 മുതൽ 8 മണി വരെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട്. വാഹനങ്ങളിൽ വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രീ ഹനുമാൻ സ്വാമീനെ ദർശിക്കാൻ വരുന്നവർ നടവരമ്പുള്ള ഈ ഒരു കൊച്ചമ്പലത്തിൽ വന്ന് തൊഴുതോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദമുണ്ട്. അത് ചിലപ്പോൾ ഉഴുന്നുവടയായിരിക്കും, ചിലപ്പോൾ പരിപ്പ് പായസം, അതുപോലെ കേസരി, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് വരുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് തൊഴുതു പൊക്കോളൂ. ഈവനിങ് ആണെങ്കിൽ വളരെ ഉത്തമം.